ഹലോ, എല്ലാവർക്കും നമസ്കാരം. മല്ലു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇന്നൊരു ചേന മെഴുക്ക് പുരട്ടി കേട്ടോ, സിമ്പിളായിട്ടൊരു ചേന മെഴുക്ക് പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. അതിനിതേ നമ്മൾ ചേന അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. നമുക്ക് ചേന മെഴുക്ക് പുരട്ടി വെക്കാനുള്ള എടുക്കാം. ഇതിനകത്ത് ചേർക്കേണ്ട എല്ലാം നമുക്ക് എടുക്കാം. നമ്മുടെ ചേന മെഴുക്ക് പുരട്ടിക്ക് വേണ്ടത് മുളക് നമ്മൾ ചതച്ച്, ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കുരുമുളകും നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. ഉണക്കമുളക്, വറ്റൽമുളക് ഇതേ നമ്മളിവിടെ ചതച്ചതുണ്ട്. ഇനി നമുക്ക് ചതക്കേണ്ടത് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കുരുമുളകുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലിട്ട് ചതച്ചെടുക്കാം. കുരുമുളകും വെളുത്തുള്ളിയും ചെറുള്ളിയും നമ്മളിത് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളകും ചതച്ചത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാം. അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിതിലേക്ക് കടുകിടാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ചതച്ച് വെച്ച് ഇഞ്ചിയും ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം. ഒരു പച്ചമുളക് മാറുമ്പോഴത്തേക്കും നമ്മളിപ്പം ഇനി വറ്റൽമുളക് ചേർക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ വറ്റൽമുളക് ഇട്ടു. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ചേനയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച് ചേനയിൽ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് നമ്മളിനി ഇതിലേക്ക് ചേന ഉപ്പും ചേർത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. ആവശ്യം ഒരു നുള്ളു വെള്ളം ചേർത്ത് നമ്മളിപ്പം ഇത് മൂടി വെച്ച് നമ്മളിടയ്ക്ക് ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.